ഒരു യുവാവ് റോഡിൻ്റെ നടുഭാഗത്തുകൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹോണടിച്ചു. സ്വാഭാവികമായിട്ടും മാറി നിൽക്കും ഹോണടിച്ചു കഴിഞ്ഞാൽ. പക്ഷെ ഒരു മാറ്റവുമില്ല. വൃദ്ധനാണ് എന്ന് അവർ മനസ്സിലാക്കുന്നു. ബാഗുണ്ട്. എനിവേ ഡിമ്മും ബ്രൈറ്റൊക്കെ ഉപയോഗിച്ചിട്ട് അയാളെ മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ യുവാവ് മാറാൻ തയ്യാറാകുന്നില്ല. അയാൾ ആദ്യം എവിടുത്തെ വാഹനമാണ് എന്ന് നോക്കി, നമ്പർ പ്ലേറ്റ് നോക്കി. ഇതൊക്കെ പ്ലാനിങ് ആണ് കേട്ടോ. ഇതൊക്കെ പ്ലാനിങ് ആണ്. അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു മുടന്ത് പോലെയാണ് അയാൾ നടന്നു പോകുന്നത്. പക്ഷേ ഒരു ഫാമിലി രാത്രി സമയത്ത് ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് വഴി തെറ്റിയിട്ട് യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അസ്വാഭാവികമായിട്ട് റോഡിൽ സംഭവിച്ച പല കാര്യങ്ങളാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അവധി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് യാത്ര പോകുന്ന ആളുകൾ, ഫാമിലിയുടെ കൂടെ ആയിക്കോട്ടെ, ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിക്കോട്ടെ, ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ആളുകൾ ആയിക്കോട്ടെ, നിങ്ങൾ വാഹനവുമായിട്ട് യാത്ര പോകുന്ന സമയത്ത്, പ്രത്യേകിച്ച് പരിചയമില്ലാത്ത സ്ഥലങ്ങളിലൂടെ രാത്രി സമയത്ത് യാത്ര പോകുമ്പോൾ ഇത്തരം സ്ട്രേഞ്ചേഴ്സിൻ്റെ ഭാഗത്ത് നിന്നുള്ള ആക്രമണം നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് വീഡിയോ കാണാം. ഒരു ഫാമിലി രാത്രി സമയത്ത് ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് വഴി തെറ്റിയിട്ട് യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അസ്വാഭാവികമായിട്ട് റോഡിൽ സംഭവിച്ച പല കാര്യങ്ങളാണ്. നമുക്ക് വീഡിയോ കാണാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നോക്കുക. അതായത് വാഹനം പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് വണ്ടി ഓടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എവിടെയോ തെറ്റിപ്പോയി. നോക്കുക, നിങ്ങൾ വ്യക്തമായിട്ട് നോക്കണം. അവർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു യുവാവ് റോഡിൻ്റെ നടുഭാഗത്തുകൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹോണടിച്ചു. സ്വാഭാവികമായിട്ടും മാറി നിൽക്കും ഹോണടിച്ചു കഴിഞ്ഞാൽ. പക്ഷെ ഒരു മാറ്റവുമില്ല. വൃദ്ധനാണ് എന്ന് അവർ മനസ്സിലാക്കുന്നു. ബാഗുണ്ട്. എനിവേ ഡിമ്മും ബ്രൈറ്റൊക്കെ ഉപയോഗിച്ചിട്ട് അയാളെ മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ യുവാവ് മാറാൻ തയ്യാറാകുന്നില്ല. അയാൾ ആദ്യം എവിടുത്തെ വാഹനമാണ് എന്ന് നോക്കി, നമ്പർ പ്ലേറ്റ് നോക്കി. ഇതൊക്കെ പ്ലാനിങ് ആണ് കേട്ടോ. ഇതൊക്കെ പ്ലാനിങ് ആണ്. അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു മുടന്ത് പോലെയാണ് അയാൾ നടന്നു പോകുന്നത്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നേരിടേണ്ടി വന്ന ആക്രമണമാണ് ഗൈസ്. അത് ഏത് രീതിയിലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ. എന്തായാലും ഹോണടിക്കുന്ന സമയത്തും ഡിമ്മും ബ്രൈറ്റും ഉപയോഗിക്കുന്ന സമയത്തും ആ യുവാവ്, ആ വൃദ്ധനായിട്ടുള്ള ആൾ നോക്കുക. നിങ്ങൾ നോക്കണം ഗൈസ്. പച്ച മുട്ട ഉപയോഗിച്ചിട്ട് ഗ്ലാസ്സിലേക്ക് എറിഞ്ഞ സമയത്ത് തന്നെ അവർക്ക് മനസ്സിലായി ട്രാപ്പിൽ പെട്ടു എന്ന് മനസ്സിലായി. അവരപ്പോൾ തന്നെ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അവിടെ വണ്ടി നിർത്താതെ പെട്ടെന്ന് തന്നെ വണ്ടി മുന്നോട്ടേക്ക് എടുത്തു കൊണ്ടുപോവുകയാണ് ചെയ്തത്. പക്ഷേ വീണ്ടും നിങ്ങൾ നോക്കുക ഗൈസ്, വീണ്ടും എഗെയിൻ അവർക്ക് ആക്രമണം നേരിടേണ്ടി വരികയാണ്. കാരണം മുട്ട ഉപയോഗിച്ചിട്ട് വീണ്ടും അവർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു യുവാവ് വരുന്നു, 2 മുട്ട എടുത്തിട്ട് ഗ്ലാസ്സിലേക്ക് എറിയുന്നു. അവരാകെ എന്താ പറയുക, വല്ലാത്തൊരു മാനസിക അവസ്ഥയിലേക്ക് പോവാണ്. പേടി, അതേപോലെ തന്നെ എന്ത് സംഭവിക്കും എന്നറിയാത്തുള്ള ഒരു വേവലാതിയൊക്കെ ഉണ്ടാവുമല്ലോ. ആ ഒരു ടെൻഷനാണ് അവർ വണ്ടി ഓടിച്ച് പോകുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈപ്പർ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. നോക്കുക, അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ മൂവ് ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ അടുത്ത വ്യക്തി മുട്ട എറിയുന്നു. അങ്ങനെ ഇതൊരു ഗ്യാങ് ആയിട്ട് വന്നിട്ട് ഓരോ ഏരിയയിൽ അവർ നിന്നുകൊണ്ട് അവർ ആക്രമണം നടത്തുകയാണ് ഈ വാഹനത്തിലുള്ള ആളുകളെ. നോക്കുക, പരമാവധി ഡോറുകളൊക്കെ ലോക്കഡാണ്. ഡോർ ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അവർ ഈ വിസിബിലിറ്റി ഉണ്ടല്ലോ, മുന്നോട്ടുള്ള റോഡും കാര്യങ്ങളൊന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ മുട്ട എടുത്ത് ഗ്ലാസ്സിലേക്ക് എറിയുന്നത്. മുട്ടയുടെ ആ ഒരു ഫോഗ് നമുക്കറിയാം. മങ്ങൽ വന്നു കഴിഞ്ഞാൽ പിന്നെ റോഡ് കാണില്ല, വാഹനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല, വാഹനം നിർത്തേണ്ടി വരും. പക്ഷേ ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം കേട്ടോ. സോ യാത്ര പോകുന്ന എല്ലാ ആളുകളും ശ്രദ്ധിച്ചോ സൂക്ഷിച്ചോ, അത് വേറൊന്നും പറയാനില്ല. ഇവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ ഡ്രൈവർ കറക്റ്റ് ആ ഒരു സമയത്ത് ചെയ്ത ഒരു കാര്യമുണ്ട്, പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്.
ഫോഗ് അല്ലെങ്കിൽ ആ ഒരു മങ്ങൽ ഗ്ലാസ്സിലേക്ക് സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു കാര്യമാണ്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എനിവേ ശരിക്കും വല്ലാത്തൊരു ഒരു എന്താ പറയുക, ഒരു അനുഭവമാണ് ഗൈസ്. അതുകൊണ്ട് പരിചയമില്ലാത്ത സ്ഥലങ്ങളിലൂടെ നിങ്ങൾ പരിചയമില്ലാത്ത ആളുകൾ നിങ്ങൾ യാത്ര പോകുന്ന സമയത്ത്, അത് ഫാമിലിയുടെ കൂടെയാണെങ്കിലും ഫ്രണ്ട്സിൻ്റെ കൂടെയാണെങ്കിലൊക്കെ, ഒരിക്കലും സ്ട്രേഞ്ചേഴ്സ് നിങ്ങളെ സമീപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ഡോർ ഓപ്പൺ ചെയ്യരുത്. ഡോറ് തുറക്കുകയേ ചെയ്യരുത്, അൺലോക്ക് ചെയ്യരുത്. നിങ്ങൾ ഡോറ് തുറന്ന് പുറത്തേക്ക് പോകരുത്. കാരണം ജീവൻ വരെ നഷ്ടമാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കുക. പ്രത്യേകിച്ച് രാത്രി സമയത്തുള്ള യാത്രകൾ ഒഴിവാക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം അവധി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ടൂറ് പോകുന്ന സമയത്ത്, വിനോദസഞ്ചാരത്തിന് വേണ്ടി നിങ്ങൾ പോകുന്ന സമയത്തൊക്കെ പരമാവധി രാത്രി സമയത്ത് എവിടെയെങ്കിലും സ്റ്റേ ചെയ്യുക. ഡേ ടൈമിൽ നിങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്യുക എന്നുള്ളതായിരിക്കും ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാര്യം. രാത്രി സമയത്തൊക്കെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം, പല ആളുകൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് രാത്രി സമയത്ത് യാത്ര ചെയ്തിട്ട് അവർക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള പല അനുഭവങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ രാത്രി യാത്ര നിങ്ങൾ പരമാവധി ഫാമിലിയുടെ കൂടെയൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ ഒഴിവാക്കുക. കാരണം നമ്മൾ മാത്രമാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും രീതിയിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിച്ചു എന്ന് വരും. പക്ഷേ ഫാമിലിയും കൂടെ ഉള്ളപ്പോൾ നമുക്ക് അവരെയും കെയർ ചെയ്യണം, നമ്മളുടെ കാര്യം നോക്കണം. അങ്ങനെയൊക്കെ ആകുമ്പം ഒരുപാട് പ്രശ്നങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കുക. പിന്നെ ഇതേപോലെ ആരെങ്കിലും നിങ്ങൾ യാത്ര പോകുമ്പോൾ പരിചയമില്ലാത്ത സ്ഥലത്ത് വെച്ച് കുറച്ച് ആളുകൾ വന്നിട്ട് ഗ്ലാസ്സിൽ മുട്ടയൊക്കെ എറിയുകയാണെങ്കിൽ ഒരു കാരണവശാലും വൈപ്പർ ഉപയോഗിക്കരുത്. നിങ്ങൾ വൈപ്പർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഗ്ലാസ്സിലേക്ക് പൂർണ്ണമായിട്ടും സ്പ്രെഡാവും. എറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വൈപ്പർ ഉപയോഗിക്കാതെ കിട്ടുന്ന വിസിബിലിറ്റിയിൽ ഏതൊക്കെ ഭാഗങ്ങളിലൂടെ നിങ്ങൾക്ക് റോഡ് കാണാൻ സാധിക്കുന്നുണ്ടോ അത് വെച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. വൈപ്പർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പല ആളുകളും ചിന്തിക്കുക, വൈപ്പർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഗ്ലാസ്സിലുള്ള ആ ഒരു എറിഞ്ഞ ആ ഒരു ഫോഗും കാര്യങ്ങളും ആ മുട്ടേൻ്റെ സംഭവങ്ങളൊക്കെ പോകുമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അത് തെറ്റാണ്. അത് വീണ്ടും ഗ്ലാസ് മങ്ങളേൽക്കാനേ സാധ്യതയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വൈപ്പർ ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, കിട്ടുന്ന ആ ഒരു കാഴ്ചയിൽ മുന്നോട്ട് പോവുക. എന്നിട്ട് എവിടെയെങ്കിലും ആളുകളൊക്കെ ഉള്ള ഒരു സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പെട്രോൾ പമ്പ് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഉള്ള നിങ്ങൾക്ക് സേഫ് ആണെന്ന് തോന്നുന്ന ഒരു പ്ലേസ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, വാഹനം നിർത്തിയിട്ട് ക്ലീൻ ചെയ്യുക. സോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഗൈസ്. മറ്റൊരു വീഡിയോ പോലെ കാണാം. ബൈ.